ഇന്ത്യയുടെ ഏറ്റവും മികച്ച ആയുധം ഫ്രാൻസിന് നൽകി നമ്മൾ ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണ്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് മുമ്പ് മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനമാണ് അതിന്റെ കണക്കുകൾ പുറത്തുവിടുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ലോകത്ത് ആയുധ ഇറക്കുമതിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ ആയുധങ്ങളുടെ പ്രൊഡക്ഷൻ അതും ഭയങ്കരമായിട്ട് കൂടിയാണ്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ഈ വർഷം ഇതുവരെ 1,27,000 കോടി രൂപയുടെ ആയുധങ്ങളാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞത്. അതിൽ 21,000 കോടി രൂപയുടെ ആയുധങ്ങൾ നമ്മൾ കയറ്റുമതി ചെയ്യുകയും ചെയ്തു. 2029 ആവുമ്പോൾ ഇന്ത്യയുടെ ആയുധ നിർമ്മാണം 3 ലക്ഷം കോടിയായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം ഇന്ത്യയുടെ കയറ്റുമതി 50,000 കോടിയാവുകയും ചെയ്യും. അമേരിക്ക ഉൾപ്പെടെ 100ഓളം രാജ്യങ്ങളിലേക്ക് ആയുധങ്ങളോ അല്ലെങ്കിൽ ആയുധങ്ങളുടെ പാർട്ടുകളോ നമ്മൾ കയറ്റി അയക്കുന്നുണ്ട്. നമ്മൾ ഈ ഇടയ്ക്ക് ബ്രഹ്മോസ് എന്ന് പറയുന്ന നമ്മളുടെ മിസൈൽ, ലോകത്തിലെ ഏറ്റവും മികച്ച ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. അത് ഫിലിപ്പൈൻസിന് വിറ്റ് കഴിഞ്ഞു. ഒപ്പം സൗദി അറേബ്യ, ഈജിപ്റ്റ്, നൈജീരിയ, ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങൾ നമ്മളുടെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നുമല്ല നമ്മളെ ഏറ്റവും എക്സൈറ്റഡ് ആക്കുന്ന ന്യൂസ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ തന്ന് സഹായിച്ചു കൊണ്ടിരുന്ന രാജ്യമാണ് ഫ്രാൻസ്. നമ്മളുടെ യുദ്ധവിമാനങ്ങൾ എടുത്ത് നോക്കിയാൽ മിറാഷ് അല്ലെങ്കിൽ റാഫേൽ, ഇനിയിപ്പോൾ ഇന്ത്യയുടെ നേവിക്ക് വേണ്ടി നമ്മൾ വാങ്ങാൻ പോകുന്ന റാഫേൽ M, ഇതെല്ലാം ഫ്രാൻസിൽ നിന്ന് നമ്മൾ വാങ്ങിയ യുദ്ധവിമാനങ്ങളാണ്. ഒപ്പം ഒരുപാട് ലോകത്തിലെ ഏറ്റവും മികച്ച അന്തർവാഹിനികളും നമ്മൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങുകയോ ഇന്ത്യക്കകത്ത് ഫ്രാൻസിന്റെ സഹകരണത്തോടുകൂടി നിർമ്മിക്കുകയോ ചെയ്യുന്നുണ്ട്. അതേ ഫ്രാൻസ് ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ആയുധം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പോവുകയാണ്. അതും ഇസ്രായേലിന്റെ ആയുധം വേണ്ടെന്ന് വെച്ചിട്ടാണ്. ഇസ്രായേലിൻ്റെതാണ് അവർ വാങ്ങാൻ ഇരുന്നത്. പക്ഷേ ഹമാസ് ഇസ്രായേൽ വാറിന് ശേഷം അത് വേണ്ടെന്ന് കരുതി ഇന്ത്യയിലേക്ക് കഴിഞ്ഞ മാസം ഫ്രാൻസിന്റെ കരസേന മേധാവി ഉൾപ്പെടെയുള്ള ആൾക്കാർ വരികയും ഇന്ത്യയുടെ ഈ സിസ്റ്റം പരിശോധിക്കുകയും ചെയ്തു. സിസ്റ്റത്തിന്റെ പേര് പിനാക എന്നാണ്. 12 മിസൈലുകൾ 40 സെക്കൻഡിനകത്ത് വെച്ച് പല ഇടങ്ങളിലേക്ക് 70-80 കിലോമീറ്റർ റേഞ്ചിൽ പായിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറാണ് പിനാക. ഇത് ഓൾറെഡി നമ്മൾ അർമേനിയ എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യത്തിന് 2,000 കോടി രൂപയ്ക്ക് കഴിഞ്ഞ വർഷം വിറ്റിരുന്നു. ഇതിലും ഇന്തോനേഷ്യയും നൈജീരിയയും സൗദി അറേബ്യയൊക്കെ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും അടുത്ത മാസം ഫ്രാൻസിന്റെ കരസേനാ മേധാവി വീണ്ടും ഇന്ത്യയിലേക്ക് വരികയും ഇത് വീണ്ടും അതിനെക്കുറിച്ച് ഒന്നുകൂടെ പഠിക്കുകയും ചെയ്തിട്ട് കരാർ ഒപ്പിടുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിൽക്കുന്ന ഈ ഒരു യൂറോപ്യൻ രാജ്യം ഫ്രാൻസിന് ഇന്ത്യക്ക് ഈ ഒരു ആയുധം വിൽക്കാൻ കഴിഞ്ഞാൽ നമ്മളുടെ വിശ്വാസ്യത കൂടും. പിന്നെ ലോകത്തെ ആയുധ കയറ്റുമതിയിൽ ഇന്ത്യക്ക് വലിയൊരു സ്ഥാനം നേടിയെടുക്കാനും കഴിയും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്.